ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേരള PSC പരീക്ഷയുടെ അനുബന്ധിച്ച് നടത്തുന്ന ഇന്റർവ്യൂവിന് കേരള PSCയുടെ ഏതൊക്കെ പരീക്ഷയിലാണോ ഇന്റർവ്യൂ ഉൾപ്പെട്ടിട്ടുള്ളത്, പ്രധാനമായും അധ്യാപക തസ്തികകൾ, അതുപോലെ തന്നെ ഗസറ്റഡ് തസ്തികകളിലെല്ലാം തന്നെ ഇന്റർവ്യൂസ് ഉൾപ്പെട്ടിട്ടുള്ളവയാണ്. അപ്പോൾ എല്ലാ ഇന്റർവ്യൂസിനും ഒരു കോമൺ ഫോർമാറ്റ് ആണ് കേരള PSC കൈകൊണ്ടുവരുന്നത്. അപ്പൊ അതിന് സഹായമാകുന്ന കുറച്ച് ടിപ്സുകളാണ് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു അപ്ലോഡിംഗ് മെസ്സേജ് മജോറിറ്റി ആൾക്കാർക്കും വരുന്നതായിരിക്കും. അപ്പൊ അപ്ലോഡിംഗ് മെസ്സേജ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ഈ സർട്ടിഫിക്കറ്റ് എല്ലാം എന്ത് ചെയ്യണം? അവർക്ക് വെരിഫൈ ചെയ്യണം. അപ്പൊ അതിന് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ PSC അതാത് ഡിസ്ട്രിക്ട് ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫീസിൽ വെച്ചോ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചോ നടത്തുന്നതാണ്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ എന്തൊക്കെ കരുതണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒറിജിനൽസ് നിങ്ങൾ കയ്യിൽ കരുതുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഒക്കെ കൃത്യമായിട്ട് ഡേറ്റ്, അവരാ പറയുന്ന ഡേറ്റ് വാലിഡിറ്റി കഴിഞ്ഞതാണോ വാലിഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിന് പറഞ്ഞിരിക്കുന്ന ക്ലാരിറ്റി കൃത്യമായിട്ട് അവർക്ക് വായിക്കാനായിട്ട് സാധിക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് സെമസ്റ്റർ സ്റ്റുഡൻസ് ആണ്. സെമസ്റ്റർ സ്റ്റുഡൻസ് അവരുടെ സർട്ടിഫിക്കറ്റുകളിലെ ഗ്രേഡ് കൺവേർഷൻ, ഗ്രേഡ് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടേബിൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ അതോറിറ്റീസ് അത് അപ്ലോഡ് ചെയ്യാൻ റീഅപ്ലോഡ് ചെയ്യാനായിട്ട് സമയം തരും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എറർ അപ്ലോഡ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ക്ലാരിറ്റിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രേഡ് ടേബിൾ കൺവേർട്ട് ചെയ്തത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതാകാഞ്ഞതിലോ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഡേറ്റ് കഴിഞ്ഞതോ അങ്ങനെയൊക്കെ വരുവാണേലും അവർ ഒരു ചാൻസ് കൂടെ തരും. ബാക്കിയുള്ള കാര്യം നമുക്ക് നല്ലൊരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഫോൺ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ വെരിഫിക്കേഷൻ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ അതോർത്തൊന്നും ആരും ടെൻഷൻ ആവണ്ട. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ മെമ്മോ നിങ്ങളുടെ സൈറ്റിൽ വരും. ആ മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫോം കയ്യിൽ കരുതണമെന്ന്. ഫോം വേറൊന്നുമല്ല, ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും നിങ്ങൾ എന്ത് കയ്യിൽ കരുതും? റെസ്യൂമെ അല്ലെങ്കിൽ ബയോഡേറ്റ. അത് തന്നെയാണ് ഫോം. നിങ്ങൾ അവരുടെ സൈറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്തുകൊണ്ട് പോവുക. ഫില്ല് ചെയ്യുന്ന സമയത്ത് ബയോഡേറ്റയാണ്, ബയോഡേറ്റയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഹോബീസും എക്സ്പീരിയൻസും, നിങ്ങൾ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും, നിലവിൽ ജോലി എടുക്കുന്നുണ്ടോ, നിലവിൽ വേറെ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് അവർ ചോദിക്കും. അതോടൊപ്പം ആ ബയോഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യങ്ങളും ഉണ്ടാവും. 90% ചോദ്യങ്ങളും ബയോഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. പൊതുവായിട്ട് ഇന്റർവ്യൂ പാനലില് 3 അംഗ പാനലാണ് മെജോറിറ്റിയും കണ്ടുവരാറുള്ളത്. ഒരു PSC മെമ്പറും 2 സബ്ജക്ട് എക്സ്പേർട്സും. അവർ പറഞ്ഞ തീയതിയിലെ ഇന്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 മാർക്ക് 20-ൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ബാക്കി മാർക്ക് നിങ്ങളുടെ പെർഫോമൻസിനാണ്. എന്നിരുന്നാലും 20-ൽ 20 മാർക്ക് നിങ്ങൾ അത്രയും മികച്ചതായിട്ട് പെർഫോം ചെയ്താലും 20-ൽ 20 ഒന്നും അവർ തരില്ല. മാക്സിമം ഒരു 13-14 PSCയുടെ വെയിറ്റേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം 20 മിനിറ്റ് ആയിരിക്കും ഇന്റർവ്യൂ നടക്കാറ്. അധ്യാപക തസ്തികയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ മിക്കവാറും പരീക്ഷ എടുക്കാൻ ക്ലാസ് എടുക്കാനായിട്ട് ചോദിക്കാറുണ്ട്, ക്ലാസ് എടുക്കാനായിട്ട് പറയാറുണ്ട്. എസ്പെഷ്യലി LP UP ആയിട്ടുള്ള പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കും. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു തസ്തികയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വിഷയം മുമ്പോട്ട് വെക്കുന്നത്, എങ്ങനെയാണ് അവർക്കത് മനസ്സിലാക്കി കൊടുക്കുന്നത്, നിങ്ങളുടെ ആ സ്കിൽ അളക്കാനായിട്ട് അവർ ഉറപ്പായിട്ടും എങ്ങനെ ക്ലാസ് എടുക്കണം എന്നുള്ളത് അവര് ഡെമോ എടുപ്പിക്കുന്നതായിരിക്കും. ടീച്ചിങ് എയ്ഡ്സ് ഒന്നും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതായിട്ടില്ല. ചിലപ്പോ സബ്ജക്റ്റ് ആയിരിക്കില്ല ചോദിക്കുന്നത്, നിങ്ങളുടെ പാഠ്യ പദ്ധതി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പാഠ്യ പദ്ധതിയും കാര്യങ്ങളുമൊക്കെ
അപ്പൊ അത് എങ്ങനെയാണ് LP UP തലത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പല DPEP, അപ്പോ ഒരുപാട് നാളിന് മുമ്പുണ്ടായ പദ്ധതികൾ അതേക്കുറിച്ചും അതിപ്പോഴത്തെ അവസരത്തിൽ ഈ കറന്റ് സെനോറിയയിൽ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള മാധ്യമങ്ങളുണ്ടല്ലോ, അതെങ്ങനെ കുട്ടികളിൽ സ്വാധീനം ചെലുത്തും, പഠന രീതിയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും, അതുപോലെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചെറിയ കുട്ടികളെയാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്, അടുത്ത തലമുറയാണ്. അപ്പൊ നമ്മളൊരു അവരുടെ ആ ഒരു മൈൽ സ്റ്റോൺ റീച്ച് ചെയ്യാൻ നമ്മൾ ഭയങ്കര ഒരു കീ റോൾ ആണ് വഹിക്കാൻ പോകുന്നത്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അപ്പാർട്ട് ഫ്രം സബ്ജക്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്നത് അതിലെ സബ്ജക്റ്റ് തന്നെ ഡെമോ ക്ലാസ് എടുക്കാനും ചോദിക്കാവുന്നതാണ്. അപ്പോൾ കറണ്ട് അഫെയറും പാഠ്യ പദ്ധതികളും മറ്റും റിപ്പോർട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഫെമിലിയർ ആവണം. നിലവിലെ ഒരു എന്താണ് പാഠ്യപദ്ധതി എങ്ങനെ ഉപയോഗപ്പെടുത്താം ആ LP UP തലത്തിൽ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ അത്രയും കാര്യങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഡ്രസ് കോഡ്. അങ്ങനെ ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഒന്നും കേരള PSC ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അയൺ ചെയ്ത ഡ്രസ്സ്, സാരി വേണം, അധ്യാപക തസ്തിക ആയതുകൊണ്ട് സാരി തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ഡ്രസ്സിലാണോ കംഫർട്ടബിൾ ആ ഡ്രസ്സിൽ പോവുക, വളരെ നീറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് കേരള PSCയുടെ ഇന്റർവ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെ ഒറിജിനൽസ് ആണോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിന്റെ എല്ലാം ഒറിജിനൽസുമായിട്ട് ചെല്ലുക. എല്ലാ ID കാർഡ്സും, എസ്പെഷ്യലി ആധാർ കാർഡ് നിങ്ങൾ കയ്യിൽ കരുതുക. ആധാർ കാർഡ് എന്തായാലും അവർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടാവും, ഒന്നും കൂടെ പറഞ്ഞതാണ്, ആധാർ കാർഡ് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ സെമസ്റ്റർ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ, ഡിഗ്രിയുടെ 6 സെമസ്റ്റർ സർട്ടിഫിക്കറ്റ് പ്ലസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കരുതുക. PG ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിന്റെ ബാക്ക് പേജും എല്ലാം തന്നെ കരുതുക. ഒന്നും തന്നെ വിട്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ടോസ് അക്കാഡമി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടിപ്സുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ PSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.